ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് സിലോപ്പിയാണ് അനാബസ്. ഇപ്പോൾ ഈ പച്ചക്കറിക്ക് റേറ്റ് കൂടുതലാണ്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വളം അടിക്കാതെയാണ് നമ്മൾ ഈ പച്ചക്കറി ചെയ്യണത്. അപ്പോൾ വളം അടിച്ചാലും എന്തെങ്കിലും മരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ ചാവും. മീൻ തീറ്റയായിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കയറും. 2 ഫിൽറ്ററും കഴിഞ്ഞിട്ട് ഇത് ആട്ടവരി അടിയിൽ കൂടി പോയി ആ ബെഡുകളിൽ പോകും. മണ്ണില്ലാതെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഫിഷ് പോണ്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇതിനകത്ത് ആട്ടവറ്റി കയറുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഫിൽറ്ററായിട്ട് ഇത് പച്ചക്കറിയിൽ വന്നിട്ട് നേരെ അങ്ങ് പോണ്ടി തന്നെ തിരിച്ചു പോകാം. ചേട്ടാ ഇതല്ലേ അക്വപോണിക്സ്? ഇത് മിനി അക്വപോണിക്സ് പോലെ PVC പൈപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ? ഇത് വന്നിട്ട് ഇത് എയറിന്റെ പരിപാടിയാണ്. ഇതിന് മോട്ടറില്ല. ഇത് വന്നിട്ട് വേണ്ട ഗിഫ്റ്റ് സിലോപ്പി, കളർ സിലോപ്പി, പിന്നെ ആസാമാള എല്ലാ ഇതിലും കിടപ്പുണ്ട്. ഇതൊക്കെ ടാങ്കുകളൊക്കെ ഇത് വന്നിട്ട് പച്ചക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പച്ചക്കറി ഇതിനകത്ത് വളർത്താം? പച്ചക്കറി ഈ വെള്ളത്തിലാണ് പച്ചക്കറി മെറ്റലിലാണ് വളർത്തുന്നത്. അതെ. ഇത് വന്നിട്ട് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് നമ്മൾ ഡ്രൈനേജിൻ്റെ പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ നിന്ന് നേരെ ഇങ്ങ് വന്നിട്ട് എയർ കൊടുത്ത് കണ്ട ഈ ഇതിലോട്ട് കയറ്റി വിടുകയാണ്. ഇതും പച്ചക്കറിയിൽ നട്ടക്കിനാണ് ഇതിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പച്ചക്കറിയും വളർത്താം. അപ്പോൾ അതിന്റെ വളം ഇതൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് കിട്ടും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മീനിന്റെ വേസ്റ്റ് മണ്ണുമില്ല മെറ്റിലാണ്. അത് കല്ല് മാത്രം വെച്ചിട്ട് ഈ വെള്ളം കയറ്റി വിട്ടുകൊടുത്താൽ വെള്ളം കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കോരണ്ട, വളം ഇടണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ പച്ചക്കറികൾ വളർത്താൻ പറ്റും? നമുക്ക് തക്കാളി വളർത്താം, കത്തിരിക്ക വളർത്താം, വെണ്ട വളർത്താം, പടവല്, പാവല്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന മറ്റേ യൂട്യൂബിലേക്ക് കണ്ട സ്വർഗത്തിലെ കനി എന്ന് പറഞ്ഞ ആ പഴത്തിൻ്റെ തൈയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും കുറേ ഉണ്ടല്ലോ? ഞാൻ അങ്ങോട്ടും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റുകളെല്ലാം ഇതെല്ലാം അക്വപോണിക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തിരിക്കുന്നതാണ്. അത് നാരകം നട്ടിരിക്കുന്നു. മണ്ണില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. മണ്ണില്ലാതെ നാരകം നട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഫിഷ് പോണ്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇതിനകത്ത് ആട്ടവറ്റി കയറുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഫിൽറ്ററായിട്ട് ഇത് പച്ചക്കറിയിൽ വന്നിട്ട് നേരെ അങ്ങ് പോണ്ടി തന്നെ തിരിച്ചു പോകാണ്. വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം റൊട്ടേഷനാണ്. ഇത് നാരകമാണ്, വലിയ കമ്പിളി നാര, വലിയ സാധനം. അപ്പോൾ എന്ത് വേണോ നടാം? അല്ല ഇങ്ങനെ ചീര അത് മാത്രം അങ്ങനെയൊന്നുമില്ല? ഇല്ല. എല്ലാവർക്കും വീടുകാട്ടിൽ നാരകമാണ്. അപ്പം ചെറിയ സ്ഥലത്ത് ഈ മണ്ണൊന്നും ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ ഒരു വീട്ടിലെ ടെറസിലായിരുന്നാലും ചെറിയൊരു ഫിഷ് പോണ്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് IBC ടാങ്ക് എന്ന് പറയും. ഈ ടാങ്കിനകത്ത് നമുക്ക് 75 മീനിടാം. ഒരു വീട്ടുമുറ്റത്ത് ചെറിയൊരു കർഷകന് ചെയ്യാൻ പറ്റും. 75 മീൻ. അതിൽ മീൻ കിടപ്പുണ്ട്. ഇതിൽ അനാബസാണ് കിടപ്പുള്ളത്. ഇത് അനാബസാണ് കിടപ്പുള്ളത്. പോർട്ടബിളായിട്ട് എടുത്ത് മാറ്റുകയും ചെയ്യാം. എടുത്ത് മാറ്റാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്തോണ്ട് പോവാം. അനാബസ്. ഇത് ഒരുപാട് സമയം എടുക്കും വലുതാവാനായിട്ട്? ഇല്ല, ഇത് 7 മാസം 8 മാസം ഒക്കെ എടുക്കും. 8 മാസം. ഇതിപ്പോൾ എത്ര മാസമായി? ഇതിപ്പോൾ 2 മാസമായി. അത്രയേ ഉള്ളൂ? 2 മാസമായി. ചെറുതാണ്. ഇതിനകത്ത് നമുക്ക് 75 മീനാണ്. 75 മീൻ. ഇതിന്റെ മുകളിൽ നമുക്ക് പച്ചക്കറിയാണ്. അത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം വെച്ചിട്ട് തന്നെയാണ്? ഈ വെള്ളം തന്നെ നേരെ ആട്ടോമാറ്റിക് മുകളിൽ വന്നിട്ട് ഇവിടെ നമുക്ക് മെറ്റിലിട്ടിട്ട് പച്ചക്കറി സെറ്റ് കൊടുക്കുകയാണ്. ഇതിന്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതും ചെയ്യുന്നുണ്ട്. ഇത് കർഷകരെ വീട്ടിൽ ഞാൻ ആവശ്യക്കാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനത്. സെറ്റ് ചെയ്ത് മീനിട്ട് കൊടുക്കും. അപ്പോൾ തീരെ സ്ഥലമില്ലാത്തവർക്കും 10-15 മീനൊക്കെ വളർത്താം? ഈ ചെറിയ ടാങ്കിലും വളർത്താൻ പറ്റും. ഇതാണല്ലേ പോണ്ട്? ഇതാണ് പോണ്ട്. ഓക്കെ. ഇതിലെന്തൊക്കെയാണ് കിടക്കുന്നത് ഇപ്പോൾ? ഇതിലിപ്പോൾ ഗിഫ്റ്റ് സിലോപ്പി, കളർ സിലോപ്പി കിടപ്പുണ്ട്. സിലോപ്പിയാണ്? സിലോപ്പി മാത്രമാണ്. ഇതാണ് ഈ പോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയാം? ഇത് വന്നിട്ട് ഇത് നമ്മൾ കുഴിച്ചുള്ള പണിയാണ്. ഇത് നേരത്തേക്ക് ഇതാണ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. ഇപ്പോഴാണ് ബയോഫ്ലോക്കിലോട്ട് എല്ലാവരും പോയത്. അങ്ങനെ പറയുമ്പോഴേ ബയോഫ്ലോക്ക് ആവുമ്പോൾ നമുക്ക് കുഴിക്കേണ്ട കാര്യമില്ല. മുകളിലാണ് ടാങ്ക്. നമുക്ക് ആവശ്യങ്ങൾ ഇത് മാറ്റാം. ഇത് വന്നിട്ട് കുഴി എടുക്കപ്പെടുത്തേക്ക് പിന്നെ നമ്മളിത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മണ്ണ് പിന്നെ കൊണ്ട് തട്ടണം. അങ്ങനെ പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇത് കുറവാണ് ചെയ്യുന്നത്. എല്ലാം ബയോഫ്ലോക്കിലോട്ട് അങ്ങോട്ട് ആ ടാങ്കിലോട്ടായി. ഇതിപ്പോൾ എത്ര മീൻ കിടപ്പുണ്ട്? ഇതിനകത്ത് ഇപ്പോൾ 2000 മീൻ കിടപ്പുണ്ട്. 2000 മീൻ? അത് പക്ഷേ ചെറിയ സ്ഥലമാണല്ലോ. അല്ല, ഇത് 10 മീറ്റർ നീളം, 5 മീറ്റർ വീതി, 1.5 മീറ്റർ താഴ്ചയാണ്. ഇതിപ്പോൾ ഒരു 3/4 കിലോ ഉള്ള മീനുണ്ട്, 1/2 കിലോ ഉള്ള മീനുണ്ട്, 1 കിലോ ഉള്ള മീനുണ്ട്.
ഇത് ഞാൻ സ്വന്തമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരപ്പോഴത്തേക്ക് എന്നും രാവിലെ എനിക്ക് കച്ചവടമുണ്ട്. അങ്ങനെ വരപ്പോഴത്തേക്ക് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ട്രാപ്പ്? ആ, ഒരു കെണിയ പോലെ. ഓ, മീൻ തീറ്റയായിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് വലിക്കപ്പോഴത്തേക്ക് ഇതിനകത്ത് കയറും. ആ, എളുപ്പമാണല്ലേ? ആ, എളുപ്പമാണ്. ഓ, ഇത്ര മീൻ. ഓ, ഇത് കൊടുക്കാൻ പ്രായമായ മീനാണ്. ഇതിപ്പോൾ ഏകദേശം 350-400 ഗ്രാം ഉള്ളതാണ്. ഇതെല്ലാം ഒരു 3 മാസം 4 മാസമായത്. ഇത് കളർ സിലോപ്പി. കളർ സിലോപ്പി. ആ, ഇതെല്ലാം ഇതാണ് ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഇത് വന്നിട്ട് നമ്മൾ ഈ പോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ചരിവാണ്. ഓ, അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ചരിഞ്ഞ് വന്ന് ഇവിടെയാണ് മോട്ടർ വെച്ചേക്കുന്നത്. അത് ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ കുഴിയിലുള്ള ആയതുകൊണ്ട് ഒരു മോട്ടർ വെക്കേണ്ട കാര്യമുണ്ട് നമുക്ക്. അതിൽ നിന്ന് മോട്ടറിൽ നിന്ന് നേരെ ഇതിനകത്ത് ഫിൽറ്ററിങ് വന്നിട്ട് ഇത് ഫിൽറ്ററായിട്ട് ഇതിവിടെ ഫിൽറ്ററാവും. 2 ഫിൽറ്റർ. 2 ഫിൽറ്ററും കഴിഞ്ഞിട്ട് ഇത് ആട്ടവരി അടിയിൽ കൂടി പോയി ആ ബെഡുകളിൽ പോകും. ബെഡുകൾ ഇത് പച്ചക്കറി ഇടാൻ വേണ്ടിയിട്ടാണ്. ഓ, ഇതിനകത്തെല്ലാം വെള്ളം പോകും. ഇത് ഇവിടെ എല്ലാം വരെയാണ്. അതെ, ഇതെല്ലാം വരെയാണ്. ഇതിപ്പോൾ വാഴ ഇപ്പം നട്ടൊക്കെയാണ്. വാഴ പച്ചവെള്ളത്തിൽ ഈ വെള്ളത്തിൽ വാഴ നട്ടൊക്കെയാണത് പൊടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വെച്ചിട്ട് 4-5 ദിവസമേ ആയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയോ? ആ ബക്കറ്റൊക്കെ? ഈ ബക്കറ്റൊക്കെ നേരത്തെ പച്ചക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബെഡിലത്തേക്ക്. ഇത് ബെഡ് എന്നാണ് പറയുന്നത്, അക്കപ്പോണിക്സിൻ്റെ. ഇതെല്ലാം മെറ്റിലായിരുന്നു നേരത്തെ ചെയ്തിരുന്നതാണ്. നേരത്തെ ഇതെല്ലാം മെറ്റിലിൽ ആണ് നട്ടിരുന്നത്. പച്ചക്കറി എല്ലാം നട്ടിരുന്നത് ഇതിലാണ് നട്ടിരുന്നത്. എല്ലാ ബെഡിലുമാണ് നട്ടിരുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ബക്കറ്റ് കുറച്ച് കിട്ടിയതുകൊണ്ട് എല്ലാം ബക്കറ്റിലാക്കാന്നുള്ളതാണ്. ഓ, പക്ഷേ രസമുണ്ട്. ആ, എന്നിട്ട് ഇതിൽ നിന്നിട്ട് എല്ലാ ഫിൽറ്റർ ചെയ്തും എല്ലാം വെള്ളം അങ്ങ് പോണ്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീനിന് വേസ്റ്റും വരില്ല, പച്ചക്കറി വളർത്താനും പറ്റും. ഈ എല്ലാ വെള്ളവും നമ്മൾ ഫിൽറ്ററായിട്ട് നേരെ പോണ്ടിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അക്കപ്പോണിക്സിന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചളവ് കൂടുതലാണ്. ഇങ്ങനെ വന്നിട്ട് ബെഡ് ചെയ്യണം. അതേപോലെ ബെഡുകളെല്ലാം ചെയ്ത് അതിലത്രയും മെറ്റലിലാണ് ചെയ്യണം. മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 കല്ല് കനം സോളാ പീസിൻ്റെ 2 കല്ല് കനം മെറ്റിൽ വേണം. ആ മെറ്റിലാണ് നമ്മൾ പച്ചക്കറി നടണത്. മെറ്റിലും പച്ചവെള്ളവും എപ്പോഴും ഈ ഫിൽറ്റർ വരുന്ന വെള്ളവും അതിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഒത്തിരി അല്പ ചിലവ് കൂടുതലാണ്. എത്ര കാലാവധി മറ്റേക്കാളും കൂടുതലാണോ അതോ സെയിം 6 മാസം തന്നെയാണ്? അല്ല, ഞാൻ പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാൾ നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ഈ ടാർപ്പ് ക്വാളിറ്റി പോലെ ഇരിക്കും. നമ്മൾ കൂടിയ ടാർപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8-10 വർഷം അങ്ങ് ഇരിക്കും. അതൊന്നും കീറില്ല. അതെ, അപ്പോൾ പച്ചക്കറി നടുകയും ചെയ്യാം, അതോടൊപ്പം മീനും വളർത്താം. 2 വളർത്താം. 2 ചെയ്യാം. നമുക്ക് ഈ പച്ചക്കറിക്ക് റേറ്റ് കൂടുതലാണ്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വളം അടിക്കാതെയാണ് നമ്മൾ ഈ പച്ചക്കറി ചെയ്യണത്. ശുദ്ധമായ പച്ചക്കറി. ശുദ്ധമായ എന്ന് പറയുമ്പോൾ വളം അടിച്ചാലും എന്തെങ്കിലും മരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ ചാവും. ശുദ്ധമായ മീനും അല്ലേ? ശുദ്ധമായ മീനുമാണ്. ഇതിൽ വേറെ പെല്ലറ്റ് തീറ്റയാണ് കൊടുക്കുന്നത്, വേറെ ഒന്നും അല്ല കൊടുക്കുന്നത്. ചേട്ടാ, മീനിനെ നമ്മളിപ്പം ശുദ്ധമായ മീനാണ്, വേറെ ഇത് അമോണിയം കയറ്റിയ മീനൊന്നും അല്ല, പക്ഷെ മാർക്കറ്റിംഗ് പ്രശ്നമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കറക്റ്റ് ശരിയാണോ? അത് വന്നിട്ട് ഈ കൊറോണ വരെ നമുക്ക് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ അതിനുശേഷം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് കുറവായിട്ടൊക്കെ അപ്പോഴത്തേക്ക് എല്ലാവരും ഓരോ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഓരോ കുഴിയെ കുഴിച്ച് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ മീൻ വളർത്തുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇത്തിരി മാർക്കറ്റാണ് കുറവാണ്. ഇപ്പോൾ മാർക്കറ്റുണ്ട്. വനാമിക്ക് നല്ല മാർക്കറ്റാണ്. പിന്നെ വരാലും ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരാലിന്. ഈ വരാൽ ഇപ്പം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ മീനെടുക്കാം. നമുക്ക് 1 കിലോയ്ക്കുള്ള പുറത്തുള്ള മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതിന് താഴോട്ടുള്ള എടുക്കാൻ പറ്റില്ല. അത് എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 500 കിലോ ഒന്നിച്ച് തരണം. അതിൽ ഈ ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള പാർട്ടിയല്ലേ എടുക്കുന്നത്. കൊല്ലത്തും ആലപ്പുഴയുള്ള പാർട്ടിയാണ് ഇവിടെ നമ്മൾ എടുത്തിട്ട് പോകണത്. അവർ വരപ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെയുള്ള ഒരു 600 കിലോ കൊടുത്താൽ മാത്രമേ അവർ വന്ന് എടുത്തിട്ട് പോവുള്ളൂ. നല്ല മാർക്കറ്റുണ്ട്. വരാൽ വളർത്തുന്നവർക്ക് ധൈര്യമായിട്ട് വളർത്താം. മാർക്കറ്റും വരാലിനും പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. ഒരു 600 കിലോ എങ്കിലും നമുക്ക് കൊടുക്കാൻ വേണം. ഒരു ടൺ പിടിക്കുമ്പോൾ നല്ല മാർക്കറ്റാണ്. അത് മാത്രമല്ല ചേട്ടാ, ഇപ്പം ഈ ഇപ്പം പറഞ്ഞല്ലോ ബയോഫ്ലോക്സ് ഉണ്ട്, അക്വഫോണിക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യുമോ? എന്ത് വർക്ക് വേണം ഞാൻ ചെയ്തു കൊടുക്കും. ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മീൻ വിളവെടുക്കുന്നേരം അതിൻ്റെ കൂടെ
ഉണ്ടാവും ഞാൻ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ചേട്ടൻ വന്ന് അത് സെറ്റ് ചെയ്ത് തന്ന് അതിൻ്റെ കൂടെ മീൻ വളർത്താനും ആ വിളവെടുക്കുന്നവരെ തീറ്റ എല്ലാം കൊടുത്ത് ഒരു ടേൺ ഞാൻ പിടിക്കുന്ന നേരം അവർക്ക് കൂടെ നിന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിന് ഞാൻ പ്രോത്സാഹനം ഞാൻ കൊടുക്കും.